ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് OnePlusൻ്റെ ഒരു നെക്ക് ബാൻഡുമായിട്ടാണ്. OnePlusൻ്റെ ബുള്ളറ്റ് വയർലെസ് സെറ്റ് 2 എന്ന് പറയുന്നൊരു മോഡലാണ്. ബോക്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും OnePlusൻ്റെ ആണെന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് കണ്ടു നോക്കാം. ഇതൊരു 2000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു നെക്ക് ബാൻഡാണ്. അപ്പോൾ വേറെ നെക്ക് ബാൻഡുകളുണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് OnePlusഉം എല്ലാം കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് ബാൻഡാണ്. നമുക്കിതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ OnePlusൻ്റെ ബുള്ളറ്റ് വയർലെസ് സെറ്റ് 2 കഴിഞ്ഞ വർഷം ഇറങ്ങിയ മോഡലിൻ്റെ അപ്ഗ്രേഡഡ് വെർഷനാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബോക്സ് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ MRP പ്രൈസ് വരുന്നത് 2299 രൂപയാണ്. അതേപോലെ തന്നെ മോഡൽ നെയിമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സാധാരണ നമ്മളൊരു ബ്രാൻഡ് എടുക്കുന്ന ടൈമിൽ അതിനകത്ത് കുറേ ഫീച്ചറുകൾ അവിടെ ഇവിടെയൊക്കെ ഡിസ്പ്ലേ ചെയ്തേക്കും. ഇതിനകത്ത് അങ്ങനെ ഒന്നുമില്ല. അതേപോലെ തന്നെ ഇതിനകത്ത് ഒത്തിരി വലിയ ഫീച്ചറുകളും കാര്യങ്ങളും ഒന്നുമില്ല. നല്ല മ്യൂസിക് എക്സ്പീരിയൻസ് കിട്ടും. അതേപോലെ തന്നെ OnePlusൻ്റെ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നൊരു ഫീലും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. നിങ്ങൾ സൈഡിലോട്ട് നോക്കിയാൽ ഇവിടെ ഒന്നുമില്ല, എല്ലാം എംപ്റ്റി ആണ്. ഫ്രീ യുവർ മ്യൂസിക്. അപ്പോൾ മ്യൂസിക് എക്സ്പീരിയൻസിനാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺറാപ്പ് ചെയ്യാം. ഓക്കെ, നമ്മുടെ കത്തി കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല. ഓക്കെ, അൺറാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. എനിക്ക് തോന്നുന്നു ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ബോക്സ് നമ്മൾ റാപ്പൊക്കെ എല്ലാം ഇളക്കി കഴിഞ്ഞ് ഇനി എങ്ങനെയാണ് പുറത്തെടുക്കുന്നത്. ഓക്കെ, സ്ലൈഡ് ചെയ്താന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടുന്നതാ ജസ്റ്റ് ഇവിടുന്ന് പുഷ് ചെയ്യുക, ഇവിടുന്ന് സ്ലൈഡ് ചെയ്തെടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ്. അപ്പോൾ നല്ല വൈറ്റും അപ്പോൾ നല്ല വൈറ്റും റെഡും സാധാരണ എങ്ങനെയാണ് OnePlus ഒരു പാക്കേജിങ് വരുന്നത് അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിത് ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് വെച്ച് നോക്കാം. മെയിനായിട്ട് നമ്മൾ എടുത്തു വെച്ചത് ഈ ഒരു സെക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ റെഡ് കേബിൾ നോക്കട്ടെ. ഓക്കെ, ഈ സൈഡിൽ നിന്ന് നമ്മുടെ ക്ലബ് കാർഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിനകത്ത് കാണും. യൂഷ്വലി സാധാരണ വരുന്ന പോലത്തെ കേബിളാണ്, ടൈപ്പ് സി ആണ്. അപ്പോൾ നമ്മുടെ റെഡ് കേബിൾ ക്ലബിൻ്റെ കാർഡ് കാര്യങ്ങൾ, ഇത് എന്തോ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, വെൽക്കം ബെനിഫിറ്റ്. അപ്പോൾ എക്സ്ട്രാ ബഡ്സുകൾ സൈസ് പല സൈസിലുള്ള, അതേപോലെ തന്നെ ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒത്തിരി അൺബോക്സിങ് നീണ്ടുപോകും, അതുകൊണ്ട് ഇതൊന്നും ഒത്തിരി തുറന്ന് കാണിക്കുന്നില്ല. സൈഡിലോട്ട് വയ്ക്കാം. അപ്പോൾ റെഡ് കേബിൾ ക്ലബ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ നെക്ക് ബാൻഡ് ഒന്ന് പുറത്തെടുത്ത് നോക്കാം. നല്ല റേറ്റ് ആയിട്ടിരിക്കുകയാണ് അത്യാവശ്യം. ഓക്കെ, നല്ല പാക്കേജിങ് ആണ് കേട്ടോ, നല്ല പാക്കേജിങ് ആണ്. അതേപോലെ തന്നെ ഇതാണ് പുറത്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് ബാൻഡ്. ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ്. അതിന് കവറിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ വോളിയം കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാം. ഈ ഒരു സൈഡിൽ OnePlusൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. എക്സ്ട്രാ പറയത്തക്ക രീതിയിൽ ഒത്തിരി എഴുത്തും കുത്തും അല്ലാതെ ഉള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. നല്ല രീതിയിലുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതാ ഇവിടെ മാഗ്നറ്റിക് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കണക്ഷൻ കട്ടാവും. നമ്മൾ മാഗ്നറ്റ് ജോയിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ആൾക്കാർ വരുമ്പോൾ സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ജസ്റ്റ് ചെവിയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ കണക്ട് ചെയ്തിടുവാണെങ്കിൽ പോസ് ആവും, കാര്യങ്ങളൊക്കെ വർക്കാവും. അതേപോലെ തന്നെ നമുക്ക് ഫോണൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കാം. ഒന്ന് റിമൂവ് ചെയ്ത് വെച്ചിട്ട് ഫോൺ കണക്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഓൺ ആയിട്ടുണ്ട്. നമ്മൾ റിമൂവ് ചെയ്യുന്ന ടൈമിൽ തന്നെ, മാഗ്നറ്റ് റിമൂവ് ചെയ്യുന്ന ടൈമിൽ തന്നെ അത് ഓൺ ആയിട്ടുണ്ട്. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫീച്ചറുകൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് നോക്കാം. ഇതാണ് OnePlusൻ്റെ ഫ്ലിപ്കാർട്ടിന് കിടക്കുന്ന ഒരു ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾ 10 മിനിറ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 മണിക്കൂർ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത്. 10 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോൾ 20 മണിക്കൂർ. അതേപോലെ തന്നെ 30 മണിക്കൂറിൻ്റെ ഫുൾ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. 16 മണിക്കൂർ നിങ്ങൾക്ക് നോൺ സ്റ്റോപ്പായിട്ട് ടൈം വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് 12.4 mm ഡ്രൈവേഴ്സാണ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഡ്രൈവേഴ്സാണ്. അതേപോലെ തന്നെ നോയിസ് ക്യാൻസലേഷനും കാര്യങ്ങളും വരുന്നുണ്ട്.
വൺപ്ലസിൻ്റെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കാം. അതേപോലെ തന്നെ വൺപ്ലസിൻ്റെ ഫാസ്റ്റ് പെയറിംഗ് സപ്പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്യുന്ന പെയറിംഗ് സപ്പോർട്ട് ബ്ലൂടൂത്ത് അവിടെ. ഓക്കെ, ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടുണ്ട് ഈ ഫോണിനകത്ത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എന്തെങ്കിലും പ്രോംപ്റ്റോ കാര്യങ്ങളോ വരുമെന്ന്. എനിക്ക് തോന്നുന്നു വൺപ്ലസിൻ്റെ ഫോണിനകത്തായിരിക്കണം അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെയറിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നതെന്ന് നോക്കാം. ബ്ലൂടൂത്ത് ഓണാണ്, നോക്കട്ടെ കാണിക്കുന്നു നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് വന്നിട്ടുണ്ടോ നോക്കാം. ഏറ്റവും താഴെ ഓക്കെ, വൺപ്ലസിൻ്റെ ബുള്ളറ്റ് വയർലെസ് സെറ്റ് എന്ന് പറയുന്ന മോഡൽ വന്നിട്ടുണ്ട്. പെയർ കൊടുക്കുക. ഓക്കെ, പെയർ ആയിട്ടുണ്ട്. 70% ബാറ്ററി ഇതിനകത്തുണ്ട്. പിന്നെ എക്സ്ട്രാ ഓപ്ഷൻസിനകത്ത് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കട്ടെ. റീനെയിം, ഡിസ്കണക്ട് ആൻഡ് പെയർ, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഓക്കെ, നമുക്കിനി ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ വൺപ്ലസിൻ്റെ ബുള്ളറ്റ് വയർലെസ് സെറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അൺബോക്സിങ് കാര്യങ്ങൾ നിങ്ങൾ കണ്ടുകാണ്. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു മ്യൂസിക് ടെസ്റ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല മ്യൂസിക് എക്സ്പീരിയൻസ് ആണ്. അതേപോലെ തന്നെ മൂവി കാണുന്ന ടൈമിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് സൗണ്ടിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നെക്ക് ബാൻഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്ട്രാ ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, റിയൽമിയുടെ അടക്കം തന്നെ നമുക്ക് റിയൽമിയുടെ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്തിട്ട് ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറ്റത്തില്ല. ഇതിനകത്ത് ജസ്റ്റ് നമുക്ക് വൺപ്ലസിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിലുള്ള ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും വരുന്നുണ്ട്. ഫാസ്റ്റായിട്ട് തന്നെ പെയർ ആവുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ കേട്ടോണ്ടിരിക്കുന്ന സൗണ്ട് ഇതിനകത്തുനിന്ന് റെക്കോർഡ് ആവുകയാണ് ചെയ്യുന്നത്. സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ വൺപ്ലസ് ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാം. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്യും. നല്ല മ്യൂസിക് എക്സ്പീരിയൻസും കിട്ടും നിങ്ങൾക്ക്. നല്ല ക്വാളിറ്റിയാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ. നല്ല ഓവർ സൗണ്ടിൽ ഇടുവാണെങ്കിൽ പോലും ആ ഒരു സൗണ്ടിന് വേരിയേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം വൺപ്ലസ് ഇഷ്ടപ്പെടുന്നവർക്ക്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.